താരപ്പകിട്ടിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് സിനിമകൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ആക്ടർ ജെയിംസ് ആൻഡ് ആലീസ് എന്ന സിനിമയിലെ ചിത്രഗുപ്തനാണ് ഇന്ന് നമ്മളോടൊപ്പം. സിജോ വർഗീസ്, വെൽക്കം ടു ദി ഷോ. എങ്ങനെ പോകുന്നു ഫീഡ്ബാക്ക്? മലയാളക്കര ആഘോഷിക്കുകയാണ് സിനിമ. ഇതുവരെ കിട്ടിയിട്ടുള്ളത് നല്ല അഭിപ്രായങ്ങളാണ്. ആരും ഒരു മോശം അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. അത് വലിയൊരു ദൈവാനുഗ്രഹം. സിനിമയിലെ വലിയൊരു സർപ്രൈസ് എലമെൻ്റ് ആയതുകൊണ്ടാണ് പോസ്റ്ററിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ പേരും ഫോട്ടോയൊക്കെ നീക്കി വെച്ചത്. സത്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ശരിക്കും എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നി, ചിത്രഗുപ്തൻ്റെ ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ സിജോ ആ വിഗ് അങ്ങനെ തന്നെ വെക്കാൻ മതിയായിരുന്നു. ചിത്രഗുപ്തൻ്റെ മുടി മാത്രമേ ഉള്ളൂ, താടിയത് ഒറിജിനലായിട്ട് വളർത്തിയതോ. ഓ അത് ശരി, ഓക്കെ ഓക്കെ. ഇന്ന് നമ്മുടെ ഈ ഒരു യാന്ത്രിക ജീവിതത്തിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ് ജെയിംസ് ആൻഡ് ആലീസിലൂടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആ ഫീഡ്ബാക്ക്? ജെയിംസ് ആൻഡ് ആലീസ് ഒരു എന്താ പറയുക, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ജെയിംസ് ആൻഡ് ആലീസ് എങ്ങനെ കാണാതിരിക്കും? തിരിച്ചും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ഈ സിനിമ എങ്ങനെ കാണാതിരിക്കും? വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ് ആസ് എ അതിലെ ജെയിംസ് ഞാൻ തന്നെയാണ്. എല്ലാ മലയാളിയും ചിലപ്പോൾ ഇങ്ങനെ പറയും കേട്ടോ. കാര്യം മലയാളികൾക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. രാജു അഭിനയിച്ച കഥാപാത്രം ഈസ് ആൻ ആഡ് ഫിലിം മേക്കർ. എൻ്റെ ജീവിതത്തിൽ ഐ ആം ഓൾസോ ആൻ ആഡ് ഫിലിം മേക്കർ. സോ അതിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഈ ജീവിതത്തിലെ തിരക്കുകളുടെയൊക്കെ പുറകിൽ ഓടുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും നമ്മളധികം സമയം കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അതിനൊക്കെ ഒരു വലിയ ചേഞ്ച് ഈ സിനിമ കാണുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. എന്നാൽ മലയാളികൾ ഭാര്യയാകുന്നതുവരെ ഒരുപാട് സമയം കൊടുക്കുകയും ചെയ്യും. ഈസ് ഇറ്റ് ട്രൂ അല്ലേ? തീർച്ചയായിട്ടും പ്രണയ ജീവിതത്തിലൊക്കെ ഭാര്യയെ, ഈ പ്രണയിക്കുന്ന പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളവരുടെ ജീവിതത്തിൽ നോക്കിയാൽ എല്ലാവരുടെയും കേസിലല്ല, കുറച്ചെങ്കിലും ആൾക്കാർ മെജോറിറ്റി ആ പ്രണയം അവർക്ക് നഷ്ടമാവുന്നുണ്ടെന്ന് മാത്രമല്ല, ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ കാമുകിയെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ആവേശമൊന്നും അവൾ ഭാര്യയായി കഴിയുമ്പോൾ കാണിക്കാറില്ല. അതിലൊക്കെ അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ശരിക്കും തോന്നും, അഭ്രപാളികളിൽ മാത്രമല്ല, ശരിക്കും റിയൽ ലൈഫിലും ഒരു ചിത്രഗുപ്തൻ്റെ ആവശ്യമില്ലേ? പീറ്റർ വരും, എല്ലാം ശരിയാവും. വളരട്ടെ പീറ്റർ, തുടരട്ടെ നല്ല ദാമ്പത്യങ്ങൾ. തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ട്രോളുകൾ കുറച്ച് കണ്ട്, വളരണം മലയാള സിനിമ, തുടരണം നമ്മുടെ ജെയിംസ് ആൻഡ് ആലീസ്. വേറൊരു പോസ്റ്റ് കണ്ടത്, വഴിമുട്ടിയ ജെയിംസ്, വഴി കാട്ടാൻ പീറ്റർ. ഓ അത് ശരി, ഓക്കെ. വേറൊരെണ്ണം കണ്ടത്, പീറ്റർ വരും, എല്ലാം ശരിയാവും. കാലാതീതമാണ് സിനിമ, വളരെ ടൈംലി റിലേറ്റ് ചെയ്തിട്ടല്ലേ? ഇപ്പം എല്ലാം നമുക്ക് ഒരു മിനിറ്റുകൾക്ക്, എല്ലാ വ്യക്തികളും ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ചാനലാണല്ലോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അടിക്കടിയുള്ള സിനിമയുടെ സ്റ്റാറ്റസും ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് ടീനേജ് പിള്ളേർ ആദ്യമൊക്കെ ഈ സിനിമ കണ്ടതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു 23 വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യൻ പോലും ഈ സിനിമ കണ്ടതിന് ശേഷം നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും മാറാത്ത മലയാളി ഹസ്ബൻഡ് എന്ന് വെച്ചാൽ അവർ കുറച്ച് മസിൽ പിടിച്ച ഭാര്യ, എൻ്റെ ഭാര്യയല്ലേ, അവൾ എപ്പോഴും വീട്ടിലുണ്ടല്ലോ, ഒരു എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ ഫ്ലവർ ആണെന്ന് ഒരു ഭർത്താവും ആലോചിക്കുന്നില്ല, അറിയുന്നില്ല. തീർച്ചയായിട്ടും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ദർ ആർ അൺസ്പോക്കൺ ഫീലിങ്സ്. ഈ അൺസ്പോക്കൺ ഫീലിങ്സ് എപ്പോഴെങ്കിലും ഒരുമിച്ചിരുന്ന് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് വർത്തമാനം പറയണ്ടേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ഒരു വാട്സപ്പ് പോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി കണ്ടത്, നെറ്റ്വർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ എൻ്റെ വീട്ടിലെ മറ്റുള്ള ആൾക്കാരുമായി ഞാൻ സംസാരിച്ചു. വിചാരിച്ച പോലെയല്ല, അവരൊക്കെ വളരെ നല്ല മനുഷ്യരാണ് പറയുന്നത്. അപ്പോൾ
മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് കട്ടാവുകയും നെറ്റ്വർക്കൊക്കെ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള ടേബിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാവരുടെ കയ്യിലും ഓരോ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ദേ ആർ ഓൾ ബിസി. എനിക്ക് തോന്നുന്നു അടുത്തിരിക്കുന്നവരുടെ അടുത്ത് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഭംഗിയും എല്ലാം നല്ലത് എനിക്ക് തോന്നുന്നു വാട്സപ്പ് ആയതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. വീട്ടിൽ തന്നെ അപ്പനും അമ്മയും മക്കളും ഒക്കെ പരസ്പരം വാട്സപ്പിൽ സംസാരിച്ചു തുടങ്ങിയല്ലോ. അമ്മ അടുക്കളയിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ പടം എടുത്ത് മകൻ്റെ സ്റ്റഡി റൂമിലേക്ക് അയക്കും, മകൻ അതിനകത്ത് നിന്ന് കറക്ഷൻ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അത്തരം കാലം വരുമ്പോൾ പ്രകൃതി തന്നെ ചിത്രഗുപ്തനെ വിളിച്ചുകൊണ്ട് വരും. തീർച്ചയായിട്ടും. കുറേയൊക്കെ ഈ സിനിമ കണ്ടാലേ അത് മനസ്സിലാവൂ. സിനിമ അല്ലെങ്കിലും അല്ല, സിനിമ കണ്ടാലേ മനസ്സിലാവൂ. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വളരെ എടുത്തു പറയാവുന്നൊരു കാര്യം, ദമ്പതികളുടെ ജീവിതത്തിൽ, മലയാളികളുടെ ജീവിതത്തിൽ ഇനി ലൈഫ് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് മുൻപും ഈ സിനിമയ്ക്ക് പിമ്പും എന്നായിരിക്കും. അത് വളരെ ചങ്കുറപ്പോടുകൂടി പറയാൻ സാധിക്കും. കാരണം അത്രയ്ക്കും ദമ്പതികളുടെ ഇടയിലുള്ള ഈഗോ, ആ എലമെൻറ്റിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ, ജീവിതത്തിൽ തകർന്നു പോയിരുന്ന പല സിറ്റുവേഷൻസും നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തകർന്നു പോയേക്കാവുന്ന ചില സിറ്റുവേഷൻസിനെ നമുക്ക് റൂട്ട് മാറ്റി വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം ഇതോടുകൂടി തീരുമെന്ന് ആലോചിച്ചിരിക്കുന്ന അവസ്ഥയിൽ, തീർത്തും വഴിമുട്ടിയ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇതൊരു വേറെ മെസ്സേജ് ആയിരിക്കാം, ഒരു ഫ്രണ്ട്ലി മെസ്സേജ് കൊണ്ട് നമ്മൾ തിരിഞ്ഞു പോവാമല്ലോ, ഒന്ന് നമ്മളെ ചിന്തിപ്പിക്കാമല്ലോ. നമ്മളെല്ലാം അടക്കി വാഴുന്നതൊരു ഈഗോയാണ്. ആ ഈഗോയെ ഒന്ന് ഒതുക്കാൻ പറ്റിയാൽ പിന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ്. ഒരു ഹെൻപെക്ട്, മരം ചുറ്റി പ്രേമം, ഇതൊന്നും നടന്നില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡൈനിങ് ടേബിളിലെങ്കിലും ഇരുന്ന് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഫാമിലി, ഒരു കുടുംബജീവിതം ഇവിടെ ഉണ്ടാവണം എന്നുള്ള ഒരു ബോധ്യം വരും. അങ്ങനെയുള്ള ഒരു ബോധ്യം നമ്മുടെ ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും റൈറ്ററിനും നമ്മുടെ ഹീറോയ്ക്കും ഒക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു മനോഹരമായ ഒരു സിനിമ എടുക്കാൻ സാധിച്ചത്. സമൂഹത്തിൽ നന്മ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ചില വ്യക്തികളെ ശ്രദ്ധിച്ചു. ഈ സിനിമ മോശമാണെന്ന് പറയുന്ന വ്യക്തികളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാവും. അത് സൊസൈറ്റിയിൽ നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റുകളിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സിനിമ ഒരു വ്യക്തിയെ സ്വാധീനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാവും. സമൂഹം നന്നായി കാണണമെന്നും ദാമ്പത്യ ജീവിതം നന്നായി കാണണമെന്നും കുടുംബജീവിതം നന്നായി കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും ഈ സിനിമയ്ക്കെതിരെ ഒരു കമൻ്റ് എഴുതാൻ സാധിക്കില്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ഹിം. അത് ഞാനൊരു ചിത്രഗുപ്തനാവണമെന്നൊന്നുമില്ല അത് പറയാൻ, ഒരു കോമൺ സെൻസാണ്. കാരണം ആ സിനിമ കാണുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നൊരു സത്യമാണ്. എത്രയോ സിനിമകൾ വെറുതെ കോമാളിത്തരത്തിൻ്റെ പേരിൽ പടച്ചുവിടുമ്പോൾ ഇതേപോലുള്ള നല്ല മെസ്സേജുകൾ വരുന്ന സിനിമ ജനങ്ങളെ ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമ നിർമ്മിക്കാൻ ഒരു നിർമ്മാതാക്കളും തയ്യാറാണ്. അതൊരു വലിയ കാര്യമാണ്. കാര്യം നല്ല മെസ്സേജസ് ഉള്ള, നല്ല കണ്ടൻറ്റുള്ള സിനിമകൾ എങ്ങനെ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യും, എങ്ങനെ പ്രൊഡ്യൂസർ ആ റിസ്ക് ഏറ്റെടുക്കും? ഇത്തരം സിനിമകൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് സിനിമ വിജയകരമാക്കിയാൽ മാത്രമേ നല്ല സിനിമകൾ വളരുള്ളൂ. അതെ, ഇപ്പോൾ ഈ ഡോക്ടർ സജികുമാറും കൃഷ്ണൻ സേതുകുമാറും ഒക്കെ അവർ നല്ല സിനിമയെ സ്നേഹിക്കുന്ന നല്ല പ്രൊഡ്യൂസേഴ്സാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇനിയും മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ വിജയിക്കണം. അല്ലെങ്കിൽ എല്ലാവരും വന്ന് ആവശ്യപ്പെടുന്നത് ഒരു തട്ടിക്കൂട്ട് ഒപ്പിക്കൽ പടങ്ങളൊക്കെ ആയിരിക്കും, കമേഴ്ഷ്യൽ ചേരുവകളൊക്കെയുള്ള ഒരു എൻ്റർടൈനർ മാത്രമാവും. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ ഭാവിക്ക് തന്നെ അത് വലിയൊരു നഷ്ടമാണ്. മലയാള സിനിമയ്ക്ക് അതൊരു വലിയ നഷ്ടമാവും. നേരത്തെ പറഞ്ഞു എൻ്റെ ജീവിതമാണ് ജെയിംസ് എന്ന്. ആക്ച്വലി ഒരു ആഡ് ഫിലിം മേക്കർ എത്രത്തോളം കോമ്പറ്റേറ്റീവാണ് ആ ഒരു ഫീൽഡ്? എൻ്റെ ജീവിതമാണ് ജെയിംസ് എന്നല്ല അതിൻ്റെ. ഞാനും ഈ ടെലിവിഷൻ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആണുങ്ങളിലും ഒരു ജെയിംസ് ഉണ്ട്. സത്യം, വെരി ട്രൂ. എത്ര പേർ ഞാനൊരു ജെയിംസ് ആണെന്ന് പറയാൻ കാണിക്കുമെന്ന് എനിക്കറിയാം. ഞാനൊരു ജെയിംസ് ആണ് എന്നൊരു തിരിച്ചറിവിൽ തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് കിട്ടും.
അല്ല, അതാണ് ഈഗോ ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ പറഞ്ഞാൽ ആ ജെയിംസ് എന്ന് പറയുന്ന ഫീൽഡ് അത് എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണെന്ന് ചോദിച്ചാൽ ആഡ് ഫിലിം ഇൻഡസ്ട്രി ഒരിക്കലും ഇൻഡസ്ട്രി എപ്പോഴും കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അത് 10 വർഷം മുമ്പും 20 വർഷം മുമ്പും ഇനിയും 20 വർഷത്തിന് ശേഷവും അത് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എപ്പോഴും ആ മാധ്യമത്തിൻ്റെ ഏത് രംഗത്തും മാറി വരുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഹോംവർക്ക് ചെയ്ത് നല്ല നല്ല രീതിയിൽ അവനവൻ്റെ ജോലിയിൽ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കാത്ത എല്ലാവരും തൂത്തെറിയപ്പെടും. നാളെ എനിക്കും ആ ഭാവി ആ ഒരവസ്ഥ എനിക്കും വരാം. അത് എത്രത്തോളം വൈകി വരാൻ വേണ്ടി നമ്മൾ മാക്സിമം പണിയെടുക്കുന്നു. ഇപ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ ഒരുപാട് സീനിയർ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള പലർക്കും ഇപ്പോഴും സിനിമ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ഓൾ അപ്ഡേറ്റഡ്. അതുകൊണ്ടാണ്. അപ്പോൾ ആഡ് ഫിലിം ഇൻഡസ്ട്രിയിലും ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ വളർന്നു വന്നിരുന്ന ഒരു സാഹചര്യം പോലെയല്ല ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സിനിമ വിദൂരത്തല്ല, മൊബൈൽ ഫോണിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ലോകം മുഴുവൻ അവരുടെ വിരൽത്തുമ്പിലാണ്. യൂണിവില്ലേജ് അങ്ങനെയുള്ള ഒരു വ്യക്തിയോട്, അങ്ങനെയുള്ള ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റ് കമ്മ്യൂണിറ്റിയോട് സംസാരിക്കേണ്ട വിധങ്ങൾ ആഡ് ഫിലിം മേക്കർ അറിഞ്ഞിരിക്കണം. ചലഞ്ചിങ് ആണ്, കാരണം 30 സെക്കൻഡല്ലേ ഉള്ളൂ. അതാ വളരെ കുറച്ച് സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ പറയണം. തീർച്ചയായിട്ടും അതൊരു വലിയ ചലഞ്ചിങ് ആണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു 125ഓളം ആഡ് ഫിലിം ഡയറക്ടേഴ്സും ഉണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ 5-10 പേരേ ഉള്ളൂ. ഇപ്പോൾ 125 പേരുണ്ട്. ഞങ്ങളൊരു അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ആഡ് ഫിലിം മേക്കേഴ്സ്. അതിൻ്റെ കേരള ചാപ്റ്റർ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അതിൻ്റേതായ പുതിയ പദ്ധതികളൊക്കെ അവതരിപ്പിക്കുന്നു. ഈ വർഷം തന്നെ ഐ ആം റെസ്പോൺസിബിൾ എന്ന് പറയുന്ന രീതിയിലൊരു പുതിയ ക്യാമ്പയിൻ തന്നെ വരും. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണല്ലോ ഈ ആഡ് ഫിലിം മേക്കേഴ്സ് മുഴുവൻ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് നല്ല തോട്ടുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പല സബ്ജക്റ്റിനെ കുറിച്ചും നമ്മളുടേതായ ഓൺ പ്രൊഡക്ഷനിലുള്ള ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും ഇവൻറ്റുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. So we are responsible towards the society. Happy to hear that. യങ്സ്റ്റേഴ്സ് ഒത്തിരി വരുന്ന, ഈവൻ സിനിമയെ സ്നേഹിക്കുന്ന എൻ്റെ കരിയർ സിനിമയാണെന്ന് ആദ്യം ചിന്തിക്കുന്നവർ ആദ്യം ആഡ് ഫിലിമെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അത് എത്രത്തോളം ശരിയാണെന്ന്. കാര്യം ആഡ് ഫിലിം ഈസ് ഈക്വലി കോമ്പറ്റീറ്റീവ് എന്ന് ഐ ട്രൂലി ബിലീവ്. ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്ക് ആദ്യം അവർക്കിങ്ങനെ ഒരു വിചാരമുണ്ട്, സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു പരസ്യമെങ്കിലും ചെയ്യട്ടെ എന്ന്. പരസ്യത്തിൻ്റെതായ യഥാർത്ഥ ലോകത്തിലേക്ക് അവൻ കടന്നു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് സിനിമ എളുപ്പമാണെന്ന്. എന്നും പറഞ്ഞ് സിനിമ വളരെ എളുപ്പമെന്നല്ല ഞാൻ പറയുന്നത്. പരസ്യത്തിന് അതിൻ്റെതായ ഒരുപാട് ചലഞ്ചുണ്ട്. സിനിമയിൽ നമ്മൾ പലപ്പോഴും വലിയൊരു കൂട്ടായ യജ്ഞമാണത്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് പരസ്യമെങ്കിലും പരസ്യത്തിൻ്റെ ഒരു വലിയ സ്റ്റേജ് വരെ ഈ പരസ്യത്തിനെ കൊണ്ടുപോകുന്നത് ആ ആഡ് ഫിലിം മേക്കർ ഒറ്റയ്ക്കാണ്. ഒരു 90% പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് ഈ ആഡ് ഫിലിം മേക്കർക്ക് കിട്ടുകയുള്ളൂ. സിനിമ ഡയറക്ടർ അങ്ങനെയല്ല, സീറോയിൽ നിന്ന് മുതലേ അതൊരു ടീം വർക്ക്. അപ്പം കുറച്ചും കൂടെ ഇൻഡസ്ട്രിയിലെ നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ആൾക്കാർ, അതല്ലെങ്കിലും ഓരോ രംഗത്തുമുള്ള മികച്ച ആൾക്കാർ അവർ ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും ഒന്നിച്ചിരുന്ന് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ടുഗദർനെസ് സിനിമയിൽ കൂടുതലാണ്. സിനിമ ചെയ്യാൻ തന്നെയാണ് ബുദ്ധിമുട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ സംവിധായകൻ കലാപരമായൊരു സംവിധാന മികവിനേക്കാൾ ഹി ഷുഡ് ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അദ്ദേഹത്തിന് എല്ലാവരെയും ഒരേപോലെ കൊണ്ടു നടക്കുവാനുള്ള ഒരു കപ്പാസിറ്റി. ആ ക്യാപ്റ്റൻ ശരിക്കും ഓരോരുത്തരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യാതെ വേണം കൊണ്ടു നടക്കാൻ. അതൊരു ഭയങ്കര ചലഞ്ചിങ് ആണ്. ഈ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെയും ബാക്കി വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കണ്ണിയാണ് ഈ ഡയറക്ടർ. പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിനിടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു ടെലിഫിലിം പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ടെലിഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു എന്താ പറയേണ്ട ഒരു വലിയ മിഷനാണ്. ഞങ്ങൾ കമ്പനിയുടെ പേര് TVC ഫാക്ടറി. ബേസിക്കലി ഇറ്റ് സേസ് ടെലിവിഷൻ കമേഴ്ഷ്യൽ ഫാക്ടറി. അത് TVC മാത്രം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്, പരസ്യ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അത് പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിലെ പിള്ളേരിൽ നല്ല ടാലൻസ് ഉള്ള പിള്ളേരിൽ ചില നല്ല സബ്ജക്റ്റുകൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള
സബ്ജക്റ്റുകളാണെങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്തത് മഞ്ഞാന എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അത് ഈ റോഡ് വികസനത്തിനും പാലത്തിനും ഓരോരോ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഭൂമിയൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ ഭൂമി നഷ്ടപ്പെടുന്ന വ്യക്തികളുടെ പുനരധിവാസം അത് ബേസ് ചെയ്തുള്ളൊരു സിനിമയായിരുന്നു. അതിൻ്റെ സ്വന്തം വീട്ടിൽ മരത്തിൽ വളരുന്ന ഒരു കിളിയുടെ കൂട് മരം മുറിക്കുന്നതിന് മുമ്പ് ഭദ്രമായ കിളിക്കൂട് താഴത്തേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ, ആ കുഞ്ഞിൻ്റെ മനസ്സുപോലെ എങ്കിലും നമ്മുടെ സർക്കാർ ഒന്ന് പെരുമാറിക്കൂടെ ഈ പുനരധിവാസം മൂലം എന്താ പറയണ്ട, ഈ ഓരോ സ്ഥലം ഏറ്റെടുപ്പ് മൂലം വീട് നഷ്ടപ്പെടുന്നവരുടെ ഒരവസ്ഥ. ഞങ്ങൾക്ക് അത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ആ വ്യക്തി അദ്ദേഹം അത് കഥ പറഞ്ഞപ്പോൾ ഞങ്ങളത് ചെയ്തു. അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിനുശേഷം ഇപ്പോൾ കാഴ്ചയില്ലാത്ത ഒരു ഭാര്യയും കാഴ്ച കുറവുള്ള കണ്ണാടി ഉപയോഗിക്കുന്ന ഒരു ഭർത്താവും അവരുടെ ജീവിതത്തിലെ ഒരു ദിവസമാണ്. അത് പ്രതാപ് പോത്തൻ സാറും മേനക ചേച്ചിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിപ്പോൾ ഈ മാസം അത് റിലീസ് ചെയ്യണം. അതും നാഷണൽ ഡ്രാമ ഫെസ്റ്റിവലിന് അവാർഡ് വിന്നറായ ലിജുവാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മളതിനെ നിർമ്മിച്ചിട്ടുണ്ട്. ആ സിനിമ അതിലൊരു നല്ലൊരു മെസ്സേജുണ്ട്. കാഴ്ചയുള്ളവരുടെ കണ്ണിലാണ് വെളിച്ചം, കാഴ്ചയില്ലാത്തവരുടെ ഉള്ളിലാണ് വെളിച്ചം, മനസ്സിലാണ് വെളിച്ചം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ചുമ്മാ ഒരു തമാശയ്ക്കും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തയ്യാറല്ല. അല്ല, വളരെ കാലികമായ ഇന്നത്തെ കാലഘട്ടം ഇത് ആവശ്യപ്പെടുന്നു എന്നറിയുന്ന ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ടെലിഫിലിമിലൂടെ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്. അതല്ലാതെയുള്ള നമുക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ധാരാളം ജോക്സും എൻ്റർടൈൻമെൻറ്റ്സും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ശരാശരി മനുഷ്യൻ ഇന്ന് തമാശ കേട്ട് സഹി കിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചിരിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ഇവിടെ ആൾക്കാർ അധികമാണ്. ചിന്തിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തിയാൽ മതി. എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെ ഉള്ള ഫാമിലീസിനെ ചിന്തിപ്പിക്കുന്ന ഒരു തീമാണ് ജെയിംസ് ആൻഡ് ആലീസിലൂടെ സുജിത് വാസുദേവ്. ഇതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരിലും ഒരു ചലനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ ചലനം എന്നിലാണ് ആദ്യം ഉണ്ടായത്. ഞാൻ സുജിത്തിൻ്റെ ഫ്ലാറ്റിൽ കഥ കേൾക്കാൻ ഇരിക്കുമ്പോൾ ഒരു 11:30 മണിക്ക് ഞങ്ങൾ കഥ ചർച്ച ചെയ്ത് പോവുക. 2:30 മണിയോടുകൂടി കഥാ ചർച്ച തീർന്നു. പ്രൊഡ്യൂസേഴ്സും റൈറ്റേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ പുറത്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് തിങ് ഐ സെഡ്, ഞാനിതെന്നെ പൊക്കി പറയുന്നതല്ല, അതാണ് ഈ സിനിമയുടെ ഒരു പഞ്ചെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു, ഞാൻ എൻ്റെ ഭാര്യയും മക്കളുടെയും കൂടെ ഊണ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലൊരു വ്യത്യാസം എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിൽ ആ തോന്നാൻ ശക്തമായ ഒരു കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രം. എന്ത് അഹങ്കാരത്തിലായി മനുഷ്യനെ ഓടുന്നത്. ഇന്ന് രാത്രി കഴിഞ്ഞ് ദൈവം ആത്മാവിനെ തിരിച്ചു വിളിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താ? അപ്പോൾ ആരെ തോപ്പിക്കാൻ? ഇവിടെ മണിക്കൂറൊന്നും കാണാനില്ലല്ലോ അല്ലേ ഇങ്ങോട്ട് നോക്കുമ്പോൾ? എനിക്ക് ജയന്തിയുടെ തലയുടെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫിഗർ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ആ ഫിഗർ ഞാൻ തന്നെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഈ സിനിമ കണ്ടിട്ട് കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ സിനിമ കണ്ടു, എൻ്റെ തലയ്ക്ക് മുകളിൽ ഇനി എത്ര ദിവസം? ഞാൻ പറഞ്ഞു, നീ ഒരു ദിവസം നേരിട്ട് വാ, ഞാൻ നോക്കട്ടെ തലയ്ക്ക് മുകളിൽ എത്ര ദിവസം ഉണ്ടെന്ന് പറയും. അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ദിവസമാണോ 4000 ദിവസമാണോ 400 ദിവസമാണോ എന്താണ് നമുക്ക് ഓരോരുത്തർക്കും എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിയുന്നതും ചെയ്തു തീർക്കുക. നമ്മളെ സ്നേഹിക്കാനും നമ്മൾ സ്നേഹിക്കുവാനും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരിടത്ത് സ്നേഹം പങ്കുവയ്ക്കുക. അങ്ങനെ സാധിക്കുന്നത്രയും നന്നായി മുന്നോട്ട് പോവുക. അതിനിടയിൽ ശത്രുതയും വഴക്കും അഹങ്കാരവും അസൂയക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. പ്രതികാരവും അല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തോന്നും എന്തോ ഒരു ഭയങ്കര ഉപദേശപടമാണോ? അല്ല, അതിൻ്റെ ഒരു കോർ മെസ്സേജ് അതാണ്. ആ മെസ്സേജ് ഉൾക്കൊള്ളുക. ജെയിംസ് ആൻഡ് ആലീസ് കണ്ട് വൈഫിൻ്റെ അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത്. വൈഫ്
ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് അവൾ ഒരിക്കലും മോശം പറയില്ലല്ലോ. അയ്യോ, യു ഹാവ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. ബട്ട് അങ്ങനെയല്ലല്ലോ. പക്ഷേ ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളി, ഞാനടങ്ങുന്ന മലയാളി സമൂഹം മെജോറിറ്റിയും പൊസസീവാണ്. പക്ക എവിടെയൊക്കെയോ ഏതൊക്കെയോ കോർണറിൽ ടിപ്പിക്കൽ ഒരു യെസ്. സിനിമ അവൾക്ക് ഇഷ്ടപ്പെട്ടു, സിനിമയിൽ കണ്ണു നനയിപ്പിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമ വളരെ ഭംഗിയായി ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ്. ഒരു കാര്യം പറഞ്ഞത്, വർഷത്തിൽ ഒന്നോ എന്നാൽ ഇനി 2 വർഷത്തിൽ കൂടെ ഒരു സിനിമയൊക്കെ അഭിനയിച്ചാലും ഇതുപോലുള്ള നല്ല സിനിമകളിൽ മാത്രം അഭിനയിച്ചാൽ മതി എന്ന് പറയും. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച എണ്ണത്തിൽ കാര്യമില്ല. അവളിങ്ങനെ എന്താ പറയുക, എണ്ണത്തിൽ കാര്യമില്ല, വണ്ണത്തിൽ നന്നായി മതി എന്നാണ് സിനിമ എന്ന മേഖല സീരിയസ് ആയിട്ട് ആലോചിച്ചത്? യെസ്, എനിക്കും അല്ലെങ്കിൽ സിനിമ വരണം, അല്ലെങ്കിൽ എന്നാണത് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചത്? ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് മുഴുവൻ നമ്മോടൊപ്പം നിൽക്കും എന്ന് പറയും. എല്ലാവരുടെ മനസ്സിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും എല്ലാവരും എപ്പോഴും ഒന്നും പുറത്ത് എക്സ്പ്രസ് ചെയ്യാറില്ല. എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. പിന്നീട് ഒരിക്കലും ഞാൻ സിനിമ നടനാവണമെന്നോ സിനിമയിൽ വർക്ക് ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. സിനിമ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് ലൈഫ് തുടങ്ങിയെങ്കിലും പിന്നെ ഞാനത് പരസ്യങ്ങളിലേക്ക് പോയി. ഇന്നും എനിക്ക് കിക്ക് കിട്ടുന്നത് നല്ലൊരു പരസ്യം ചെയ്യുമ്പോൾ തന്നെയാണ്. സിനിമ എന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല. സിനിമ എന്നെ ഭ്രമിപ്പിച്ചേക്കാം ഭാവിയിൽ, നമുക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ളൊരു സാഹചര്യം വെച്ച് നോക്കിയാൽ എൻ്റെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു റോള് ഞാൻ പോയി ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സിനിമകൾ മാത്രം എന്നെ തേടി വരുന്നതിൻ്റെ പുറകിലൊരു രഹസ്യം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം മാത്രമാണ്. ആ ദൈവാനുഗ്രഹം നമുക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മളത് എത്ര എതിർത്താലും നമുക്കത് വന്നുകൊണ്ടിരിക്കും. ഈ സിനിമ ചെയ്യാൻ തന്നെ, ഈ ജെയിംസ് ആൻഡ് ആലീസിലെ പീറ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഇത് സിനിമ കാണുന്നവർക്കും ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം ആ റോള് ചെയ്യേണ്ടത് ഇൻഡസ്ട്രിയിൽ വാല്യൂ ഉള്ള മറ്റൊരു നായക നടൻ തന്നെയാണ് ആ റോള് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഹീറോ ചെയ്യേണ്ട ഒരു റോള്, സുജിത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കമലഹാസന് വെച്ചിരുന്ന റോള്. ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു റോള് എനിക്ക് തന്നത് എന്തിനാണെന്ന് ഞാൻ സുജിത്തിനോട് ചോദിച്ചു. സുജിത്ത് നല്ല സുഹൃത്താണ്. അപ്പോൾ ഞാൻ സുജിത്തിനോട് ചോദിച്ചു, സുജിത്തിന് പ്രാന്താണോ എന്ന് ചോദിച്ചു. എന്നെപ്പോലൊരു വ്യക്തിക്ക് പീറ്ററിൻ്റെ ക്യാരക്ടർ എടുത്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നുന്നില്ലല്ലോ സുജിത്തെന്ന് ചോദിച്ചപ്പോൾ സുജിത്ത് പറഞ്ഞു, അങ്ങനെയല്ല, പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു ദതുണ്ട്, ഒരു ദിതുണ്ട്. ആ ദിത് സിജോയുടെ ഉണ്ടെന്ന് പറഞ്ഞു, സിജോയുടെ മുഖത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡയറക്ടർ എൻ്റെ മുഖത്ത് നോക്കി ഉണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ഇനിയും പറയാൻ ഞാൻ മണ്ടരൊന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ചോദിച്ചു, ഇതിനകത്ത് കഥയിൽ ഇങ്ങനെയൊക്കെയാണോ, നമുക്ക് വേറെ ഇങ്ങനെയൊക്കെ ചില എലമെൻസുകളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ അതൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അല്ല, എൻ്റെ മനസ്സിൽ വ്യക്തമായൊരു സിനിമയുണ്ട്. അതിൻ്റെ ഓരോ ഫ്രെയിമും എങ്ങനെ എൻ്റെ മനസ്സിലുണ്ടാവണമെന്ന് എനിക്കറിയാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് സിനിമയെ സ്നേഹിക്കുകയും സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു ഡയറക്ടറിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം. നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രയും കോമ്പറ്റീറ്റീവായി അഭ്രപാളികൾ വരുമ്പോഴാണ് നമ്മൾ സിനിമയുടെ രാശി പറയുന്നത്. ഇങ്ങനെ നമ്മൾ നല്ല സിനിമയെ തിരിച്ചറിയും? എത്രത്തോളം ചൂസ് ചെയ്യാൻ പറ്റും ആസ് ആൻ ആക്ടർ? യെസ്, ആസ് ആൻ ആക്ടർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ലത് മാത്രമേ നമ്മുടെ വഴിയിലേക്ക് വരാവുള്ളൂ ദിവസവും പ്രാർത്ഥിക്കാമല്ലോ. മോശമായതൊന്നും എൻ്റെ വഴികളിലേക്ക് വരല്ലേന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഞാനത് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് എൻ്റെ വഴിയിലേക്ക് ഒരെണ്ണം വന്നാൽ അത് നല്ലതാണെന്ന് എനിക്ക് നല്ലതായിരിക്കും, എൻ്റെ കരിയർ മുന്നോട്ട് പോകാൻ അത് ആവശ്യമാണെന്ന്
എനിക്ക് ഉറപ്പാണ്. ഈ കോൺഫിഡൻസ് സമ്മതിച്ചു. ഇത് ജെയിംസ് ആൻഡ് ആലീസിന് മുമ്പുള്ള കോൺഫിഡൻസ്. നമ്മൾ സിനിമ കണ്ടാണ് സാധാരണക്കാർ പലതും തിരിച്ചറിയുന്നത്. അങ്ങനെയല്ല. ആ തിരിച്ചറിയുന്ന ഒരു ബിഗ് സല്യൂട്ട്. അതാണ് കോൺഫിഡൻസ്. ഒരുപാട് സിനിമകൾ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സിനിമകളെല്ലാം മോശമായിട്ടല്ല. ആ സിനിമ നോ പറഞ്ഞപ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്തു? ഇല്ല. എന്താ കാര്യം എന്നറിയോ, ഞാൻ ചെറിയൊരു ടെക്നിക്കൊക്കെ ഉണ്ട് ഈ സിനിമയെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ. ഫിനാൻഷ്യലി ഈ സിനിമ എങ്ങനെ വരും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമയുടെ കലാമൂല്യം എങ്ങനെയുണ്ടെന്നും പറയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വിചാരിക്കാനല്ലേ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ നമ്മളടുത്ത് സംസാരിക്കുന്ന വ്യക്തി, നമ്മളെ ആ പ്രൊജക്റ്റിലേക്ക് വിളിക്കുന്ന ആൾ, ആ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ ആ വിളിക്കുന്ന സമയത്തുള്ള നമ്മുടെ മാനസികാവസ്ഥ, നമ്മളുടെ തിരക്കുകളിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുന്ന സമയമാണെങ്കിൽ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യും. സാധിക്കുന്നതും എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. എന്നെ ആർക്കും നിർബന്ധിപ്പിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും ഒരു സീനിൽ ഞാൻ ജമുന പ്യാരിയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഒരു ദിവസം ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ കഥ എന്നോട് ഡയറക്ടറും ക്യാമറമാനും റൈറ്ററും ഒക്കെ പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ സീനുകളുടെ എണ്ണമോ ഡയലോഗുകളുടെ എണ്ണമോ ഒന്നും പ്രശ്നമല്ല. എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഓക്കെ പറയും. എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയും എന്നെ ഒഴിവാക്കാൻ പറയും. അതല്ലെങ്കിൽ അവർ തന്നെ ഒഴിവാക്കിക്കോളും. ക്യാമ്പസ് ലൈഫിൽ ഒരുപാട് സിനിമ എല്ലാവരെ പോലെയും ആഗ്രഹിച്ചു. എത്രത്തോളം അപ്പോൾ സിനിമ ലൊക്കേഷൻ കാണണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ആ പ്രായത്തിൽ നമുക്ക് തോന്നുമല്ലോ. എൻ്റെ കൂട്ടുകാരന്മാർ അന്നത്തെ വിജയ മൂവീസ്, സാഗ ഫിലിംസ്, അതിലൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരുടെ അപ്പന്മാരാണ് അതൊക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതൊക്കെ. ഞങ്ങളവിടെ സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. സാധിക്കുന്ന ആൾക്കൂട്ടത്തിലും ഗാലറിയിലും നിന്നിട്ടുമുണ്ട്. അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആ കോളേജ് ലൈഫിൻ്റെ ഒരു ആഗ്രഹമാണ്, ആ സ്പിരിറ്റാണ്. അപ്പോൾ സിനിമ ലൊക്കേഷനുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ ഒരു സമയത്ത് ചാൻസ് തേടി ഇങ്ങനെ അലയുന്നതിനേക്കാൾ എപ്പോഴോ മനസ്സിൻ്റെ ഉള്ളിൽ ക്യാമറയുടെ പുറകിലേക്ക് മാറുന്നതിലൊരു ത്രില്ല് തോന്നി. ഇന്നും ഞാൻ പറയാം, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ ത്രില്ല് ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ തന്നെ. ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്നെ കൊണ്ട് ഒരു നല്ല റോളൊക്കെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയും ഇത് നിനക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ ആത്മവിശ്വാസത്തിന് നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ അവരുടെ കൂടെ നിൽക്കും. മലയാളികൾ പെട്ടെന്ന് ആലോചിക്കും, ഈശ്വര ബാംഗ്ലൂർ ഡേയ്സിൽ ഇത്രയും പോർട്ട് ചെയ്യുന്ന ഇത്രയും ബൈക്ക് റേസ്, അങ്ങനെ ഒരു കോച്ചിനെ എവിടെ നിന്ന് കിട്ടും? ഇദ്ദേഹം നോ പറഞ്ഞിരുന്നെങ്കിൽ. ബാംഗ്ലൂർ ഡേയ്സിൻ്റെ വിളിയൊക്കെ ആർക്കും വന്നാലും നോ പറയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദുൽഖർ, ഫഹദ്, നിവിൻ പോളി, സ്റ്റാർ സ്റ്റഡഡ് മൂവി. അൻവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അഞ്ജലി ഡയറക്റ്റ് ചെയ്യുന്നു, സമീർ ക്യാമറ ചെയ്യുന്നു, ഗോപി മ്യൂസിക് ചെയ്യുന്നു. എങ്ങനെയാ പ്രൊജക്റ്റ് നോ പറയുക? ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് സമീർ പറഞ്ഞ് അഞ്ജലി ബാംഗ്ലൂർ ഡേയ്സിലെ കോച്ചിന് ഒരാളെ നോക്കുന്നുണ്ട്, റഹ്മാനാണ് അത് ചെയ്യേണ്ടത്, പക്ഷേ റഹ്മാൻ്റെ ഡേറ്റ് പ്രോബ്ലമായിട്ട് നിൽക്കുകയാണ്, സിജോയ്ക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എപ്പോൾ തുടങ്ങാമെന്ന് ചോദിച്ചു. കാരണം നമുക്കത് കേൾക്കുമ്പോൾ അറിയാം. എപ്പോഴും സിനിമകളിൽ കോച്ച് കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാ കാലത്തും രക്ഷപ്പെടും. കാരണം കോച്ച് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അത് നായകനെ ട്രെയിൻ ചെയ്യുന്ന ഒരാളും കൂടി ആകുമ്പോൾ ആ നായകനോടുള്ള ഒരു ആരാധനയുടെ ഒരു അംശം കിട്ടും. എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കൊച്ചു ഓടി വന്നു. ഒരു സിനിമ ബാംഗ്ലൂർ ഡേയ്സൊക്കെ ഭയങ്കര ഹിറ്റായി പോകുമ്പോൾ ഒരു കുട്ടി ഓടി വന്ന് എൻ്റെ കൈ തന്നു. കൈ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ദുൽഖറിൻ്റെ ഒരു ഫാനാണ്, ഈ കൈ ഒന്ന് പുള്ളിക്ക് കൊടുത്തേക്കാൻ. അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ നല്ല റോളുകൾ കിട്ടുമ്പോൾ നമ്മളത് കണ്ണോടച്ചങ്ങോട്ട് സ്വീകരിക്കും. ആഡ് ഫിലിം ചെയ്യുന്നു. ഇപ്പം ഈ ബാംഗ്ലൂർ ഡേയ്സിലെ ആ ഒരു കോച്ചായിട്ട് ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ബൈക്കിനോടുള്ള പാഷൻ, അവരുടെ ഒരു ഭ്രമിപ്പിക്കുന്ന ഒരു ഇഷ്ടം, അതിന് സ്പീഡ്, ഇന്ന് നടക്കുന്ന ആക്സിഡൻറ്റ്, എത്രത്തോളം അങ്ങനെ ഒരു കാര്യത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട്? റോഡിലേക്ക് ബൈക്ക് ഇറക്കുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ ശ്രദ്ധിക്കുക.
ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ വീട്ടിൽ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ടെന്നൊന്ന് ഓർക്കുക. വെരി ട്രൂ, സത്യം. ആ അമ്മേനെയും അപ്പനെയൊക്കെ ധിക്കരിച്ച് ബൈക്ക് എടുത്തുകൊണ്ട് പോയി അഭ്യാസം കാണിച്ച് 2 ചക്രത്തിലല്ലേ ഓടുന്നത്, ഒരു കല്ല് മതിയില്ല ഇതെല്ലാം തെറിപ്പിക്കാൻ. ആവേശം കാണിക്കേണ്ടത് ജീവിതത്തിലാണ്. പക്ഷെ ആ ഏജ്, അവരുടെ ആ ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ അതൊന്നും അതിനെ അനുവദിക്കില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ചിത്രഗുപ്തനുമില്ല. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന 3 സഹപാഠികൾ അന്ന് മരിച്ചു. ഒരാൾ മഹാരാജാസ് കോളേജിന് മുമ്പിൽ വെച്ച് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. യൂത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജേന്ദ്ര മൈതാനത്ത് വെച്ച്, അന്നത്തെ ചെത്താണ്, ആ ചെത്തിൽ ചെത്തിപ്പോയി നേരെ ബസ്സിനടിയിലേക്ക് പോയി. ഒരാൾ പിന്നെ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. ഞങ്ങളൊരു 25 വർഷത്തിന് ശേഷം കോളേജ് റീയൂണിയൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഈ 3 പേരെയും മിസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മൊമെൻറ്റിലേക്കുള്ള ഒരു ആവേശം അതിനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ബൈക്കിൽ ചീറി പാഞ്ഞ് കയറി പോകുന്ന ഒരു പയ്യനെ ആരാധനയോടുകൂടി നോക്കി നിന്നിരുന്ന ഒരു പെണ്ണിൻ്റെ കാലമൊക്കെ പോയി. ഇന്ന് ആ പെണ്ണ് വിചാരിക്കും അവൻ മണ്ടനാന്ന് വിചാരിക്കും. ബുദ്ധിയുള്ളവരെ ഹെൽമെറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു നിമിഷം മതി. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി കേരള പോലീസിൻ്റെ ജനമൈത്രി പോലീസ് ഡിവിഷൻ, ജനമൈത്രിയിലെ റോഡ് സേഫ്റ്റി ഗുഡ്വിൽ അംബാസിഡറാണ്. അപ്പോൾ എല്ലാ കോളേജുകളിലും പോയി ട്രാഫിക് അവയർനെസ്സിൻ്റെ മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാൻ കാരണം ഈ കോച്ച് റോൾ കൊണ്ടായിരിക്കും. ഓരോ കോളേജിലും ചെല്ലുമ്പോൾ അവിടുത്തെ പെൺകുട്ടികൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളിനി കോളേജിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഒരു പയ്യനെ, ഒരു കൂട്ടുകാരനെ കണ്ടാൽ ഞങ്ങൾ അവൻ്റെ അടുത്ത് പറയും, അയ്യോ മോശമായി പോയിട്ടോ എന്ന് പറയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അവനെ കാണാം. സത്യം. ചില കുട്ടികൾ തേവര കോളേജിലാണെന്ന് തോന്നുന്നു, ചില കുട്ടികൾ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവർക്ക് റോസപ്പൂ കൊടുത്തു തുടങ്ങി. കാരണം നാളെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില നീക്കങ്ങൾ വരുമ്പോൾ പിള്ളേരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ വരും. അതേപോലെ കാർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഇടുക. ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും അത് കമ്പൽസറിയാണ്. അതുപോലെ കഴിയുന്നതും ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ കുഞ്ഞിനെ മടിയിലെടുത്ത് വെക്കാതിരിക്കുക. കുഞ്ഞിനെ എപ്പോഴും ബാക്ക് സീറ്റിലേ ഇരുത്താവുള്ളൂ. കുഞ്ഞും അമ്മയും മാത്രമുള്ളെങ്കിൽ കുഞ്ഞും അമ്മയും ബാക്കിലിരിക്കാവുള്ളൂ. ഞാനൊരു പ്രസൻറ്റേഷൻ കണ്ടു. ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജൻസ്, അതിൻ്റെ അസോസിയേഷൻ്റെ പേര് മറന്നുപോയി. അവരുടെ ആക്സിഡൻറ്റിൽ വികൃതമാകുന്ന മുഖത്തിനെ തിരിച്ച് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അവരുടെ പ്രസൻറ്റേഷൻ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ. പിന്നെ ഒരിക്കലും സീറ്റ് ബെൽറ്റ് ഇടാതെയോ ഹെൽമെറ്റ് ഇല്ലാതെയോ ഡ്രൈവ് ചെയ്യില്ല. നേരത്തെ പറഞ്ഞു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി വന്നു, പിന്നെ ആഡ് ഫിലിമിംഗ് ഒക്കെ പല ഈവൻ ചെന്നൈ, മുംബൈ ഒക്കെ ട്രാവൽ ചെയ്ത് അങ്ങനെ പോയി. എത്രത്തോളം മലയാളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രി എല്ലാം മച്ച് ബിഗർ? ഇൻഡസ്ട്രി ബിഗറാണ്. ആഡ് ഫിലിം ഇൻഡസ്ട്രി ആയാലും സിനിമ ഇൻഡസ്ട്രി ആയാലും ബിഗറാണ്. നമുക്കിവിടെ ആ ഒരു മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചാണല്ലോ എപ്പോഴും ആ ഇൻഡസ്ട്രിയുടെ ഒരു നിലനിൽപ്പ്. ആ ഇൻഡസ്ട്രിയിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസയെല്ലാം ആ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തമിഴ്, തെലുങ്ക് ഇറ്റ്സ് ബിഗ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലെ കോച്ച് കഥാപാത്രം തെലുഗു ഡയറക്ടർ ഭാസ്കർ അത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ ആര്യയുടെ കോച്ചായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു, ദൈവമേ അവിടെ എങ്ങും ആരും ഇല്ലേ, എനിക്ക് തമിഴും തെലുങ്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഭാസ്കർ പറഞ്ഞു അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, ഞങ്ങൾക്ക് ആ കോച്ചായിട്ട് സുജോയിനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യയുടെ കോച്ചായി അഭിനയിച്ചു. അപ്പോൾ അത് തമിഴിലും തെലുങ്കിലും പിക്ചർ വന്നു. അത് 2 സ്ഥലത്തും ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ സിനിമ ആ നാട്ടിലൊന്നും അധികം ഓടിയിട്ടൊന്നുമില്ല. 10-25 ദിവസമൊക്കെ സിനിമ ഓടിയുള്ളൂ. കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിള്ളേർ പോലും ഇവിടുത്തെ മലയാളം ബാംഗ്ലൂർ ഡേയ്സ് കണ്ടു കഴിഞ്ഞു. അപ്പം സിനിമയ്ക്കൊരു ഭാഷയില്ല. നമ്മുടെ പ്രേമവും എല്ലാം അവിടുത്തെ യൂത്തൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ ആ സിനിമകൾ എനിക്ക് ബ്രേക്കായി. ഇപ്പം ഞാൻ തമിഴിൽ വേറൊരു സിനിമ പൂർത്തിയാക്കി, ഇപ്പോൾ ഒരു സിനിമ തെലുങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മാർക്കറ്റിലേക്കുള്ള ഒരു എൻട്രി എനിക്കെല്ലാം ബാംഗ്ലൂർ ഡേയ്സിൽ വഴിയാണ് അത് കിട്ടിയത്. നമ്മൾ
നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു നല്ല ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നടന് ചിലപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പം നല്ല ക്യാരക്ടർ ഓൾവേസ് സ്പീക്സ്. തീർച്ചയായിട്ടും അത് ചിലർക്കത് ഒരു സിനിമയിൽ തന്നെ വരും, ചിലർക്കത് 100 സിനിമയാകും, ചിലർക്ക് 9 സിനിമയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആകെ 3 സീനിലേ ഉള്ളൂ. 3 സീനിൽ വന്ന ഒരു ക്യാരക്ടർ ഇത് ശ്രദ്ധിക്കപ്പെടണമെന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 4 അക്ഷരമുണ്ട് ഇംഗ്ലീഷിൽ, ABCD. അതെ, ആ സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അത് ശരിയാണ്. പക്ഷേ ABCDയിലൂടെ ഒരാൾക്ക് ശരിക്കും എല്ലാ വ്യക്തികൾക്കും ഒരവസരം കൊടുക്കാൻ ആരെങ്കിലും ഡയറക്ടറും ക്യാമറമാനും പ്രൊഡ്യൂസറും ഒക്കെ തയ്യാറാവണം. അപ്പം ഇന്നത്തെ സിനിമയുടെ ഒരു സാധ്യതകൾ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ സാധിക്കും. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് സിനിമാ താരങ്ങളുണ്ട്. ആർക്കും സിനിമയിൽ അഭിനയിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ തുടക്കം അവസരം കൊടുക്കാൻ ചിലർ തയ്യാറാവണം. എൻ്റെ കാര്യത്തിലൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ക്യാമറമാൻ ജോമോനിൻ്റെ കസിനാണ്. അപ്പോൾ ഡയറക്ടർ മാർട്ടിൻ പ്രക്കാട്ടും ജോമോനും കൂടെ ഡിസൈഡ് ചെയ്തു സിജോയിനെ പിടിച്ച് പോലീസ് കമ്മീഷണറാക്കാം. അങ്ങനെയാണ് ABCD കിട്ടിയത്. പിന്നെ വിനീത് ശ്രീനിവാസൻ നമ്മുടെ ഒരു സുഹൃത്താണ്. വിനീതും ജോമോനും കൂടെ തിര ചെയ്തപ്പോൾ ശോഭനയുടെ സുഹൃത്തൊരു മന്ത്രി വേണം, മന്ത്രിയായി. അത് രണ്ടും കഴിഞ്ഞപ്പോൾ എനിക്ക് സുന്ദരകുട്ടപ്പനായിട്ട് എനിക്ക് ഇപ്പം തിരയിലെ മന്ത്രിയാണെങ്കിലും ഷേവൊക്കെ ചെയ്ത് മിടുക്കനാണ്. എനിക്ക് എന്നെ അങ്ങനെ കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് താടിയൊക്കെ വളർത്തി തിരുനാരയൊക്കെ അടിച്ചൊരു പ്രാന്തൻ ലുക്കൊക്കെ ആയിട്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരു ലുക്കിലേക്ക് ഞാനും കൂടെ വളർത്താൻ തുടങ്ങി. അങ്ങനെ വളർത്തി കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് കിട്ടി. അപ്പോൾ വീണ്ടും ഇനി താടി വെച്ചിട്ട് ആരെങ്കിലും വിളിച്ചാലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ പോയി അത് പഠിച്ചു കളഞ്ഞു. അപ്പോൾ അവതാരത്തിലെ പോലീസ് ഓഫീസറായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല ഇത് നിയന്ത്രിക്കുന്നത് ദൈവം തന്നെ. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സമയത്ത് ചെയ്യുന്നുണ്ട്. അവതാരത്തിലെ പോലീസ് ഓഫീസർ കഴിഞ്ഞപ്പോൾ തോന്നി ഇനി പെട്ടെന്നൊരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടതെന്ന് വെച്ച് വീണ്ടും താടിയും മുടിയും വളർത്താൻ തുടങ്ങി. അപ്പോൾ രാജാതിരാജയിലെ ചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം. അത് കഴിഞ്ഞപ്പോൾ അയാൾ ഞാനല്ലേല് വേറൊരു ലുക്കിൽ അയാൾ ഞാനല്ലേലോ വിളിച്ചു. ഇപ്പോഴും ഞാൻ ഭാഗ്യമെന്ന് കണക്കാക്കുന്നതിൽ അവതാരത്തിലെ ജോഷി സാറ് തന്നൊരു കഥാപാത്രം എൻ്റെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ജോഷി സാർ എന്നൊക്കെ പറയുന്ന പേരൊക്കെ സിനിമയുടെയൊക്കെ തിയേറ്ററിലൊക്കെ ഒരു വികാരത്തോടുകൂടി മാത്രമാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ. എല്ലാ കാലത്തും ഹിറ്റുകളുടെ രാജാവ്. എത്ര സിനിമാ പ്രതിസന്ധി എന്ന് പറഞ്ഞാലും ജോഷി സാറിൻ്റെ സിനിമകൾ. അപ്പോൾ ജോഷി സാറിൻ്റെ പടത്തിലേക്ക് സാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആരോ ശബ്ദം മാറ്റി വിളിക്കണമെന്ന്. ജോഷി സാർ പറഞ്ഞാടാ ഞാനാണ്. എനിക്ക് സാറിന് അതിനു മുമ്പൊന്നും ഒരു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നീ മെയ് മാസം മുഴുവനൊന്ന് ഫ്രീ ആക്കി വെച്ചോ, എന്നിട്ട് എറണാകുളത്ത് വന്ന് എന്നെ ഒന്ന് കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ചെറിയ റോളായിരിക്കും, ഒരു ചെറിയ റോളിന് വേണ്ടിയായിരിക്കും മെയ് മാസം മുഴുവൻ ഒന്ന് ഒഴിവാക്കി വെക്കാൻ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഥ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പേജിലും ഉണ്ട് ACP ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ തന്നെയാണ് ACP, നീ തന്നെയാണ്, നിനക്കത് ചെയ്യാൻ പറ്റുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. ജോഷി സാറിനെ പോലത്തെ ഒരു ഡയറക്ടർ ദിലീപേട്ടൻ്റെ കൂടെ നമ്മുടെ ആ സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് രാജാതിരാജ, അയാൾ ഞാനല്ല, ജമുന പ്യാരിയിലൊക്കെ ഒരു വളരെ കുറച്ചേ ഉള്ളൂ, ബട്ട് യു നോ വെരി നോട്ടബിൾ ക്യാരക്ടർ. തീർച്ചയായിട്ടും അതിൽ വാസൂട്ടൻ്റെ അച്ഛൻ വാസു. ഇപ്പം തന്നെ വാസൂട്ടൻ്റെ ഒരു പാട്ടുമുണ്ട്. അപ്പോൾ അതിലൊരു സംഭവമുണ്ട്. ഈ വാസൂട്ടൻ അങ്ങനെ ഒരു പാട്ട് റിലീസായപ്പോൾ ചാക്കോച്ചൻ്റെ ഫാൻസ് മുഴുവൻ അറിയാമല്ലോ, ചാക്കോച്ചൻ്റെ പേര് വാസു എന്നാണ്. അപ്പോൾ ഒരു സിനിമ കാണാൻ പോയപ്പോൾ ജമുന പ്യാരി പടം തുടങ്ങുന്നു, ജനം ഒരു ബസ് മറിയുന്നു, ബസ് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ പോയെന്ന് പറയുന്നു. ആരാ പോയത്? വാസു എന്ന് പറയുന്നു. അപ്പോൾ തിയേറ്ററിൽ മുഴുവൻ ചാക്കോച്ചൻ്റെ ഫാൻസ് മുഴുവൻ ചാക്കോച്ചനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ സമയത്തുനിന്ന് വെള്ളത്തിൽ നിന്ന് കുഞ്ഞുമായിട്ട് പൊങ്ങി വരുന്ന ഒരു താടിക്കാരനെ കണ്ടപ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന കോൺഫെറ്റി എല്ലാം എടുത്ത് പൊട്ടിച്ച് തിയേറ്ററിൽ മുഴുവൻ ആഘോഷമാക്കി. എൻ്റെ ഭാര്യയും പെങ്ങന്മാരും ഒക്കെ സിനിമ കാണുന്നുണ്ടായിരുന്നു. അവർ വിചാരിച്ച് സിജോയ്ക്ക് ഇത്ര ആരാധന. സത്യത്തിൽ നമ്മുടെ ചാക്കോച്ചൻ്റെ ഫാൻസിന് മുഴുവൻ അബദ്ധം പറ്റിയതാണ്.
ആ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് മുഖത്തിൻ്റെ ക്ലോസപ്പ് വന്നപ്പോൾ മനസ്സിലായത് ആൾ മാറിപ്പോയിരുന്നു. പിന്നെ അവർ ഓടി പുറത്തു പോയി പോസ്റ്ററൊക്കെ വലിച്ചു കീറി വേറെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചാക്കോച്ചൻ വന്നപ്പോൾ എറിഞ്ഞത്. അങ്ങനെ ഈ എന്താ പറയണ്ട ഒരു വാസുവും വാസൂട്ടനും തമ്മിൽ മാറിപ്പോയതുപോലെ ഈ ജെയിംസ് ആൻഡ് ആലീസ് ഷൂട്ടിങ്ങിൽ വെച്ച് ഞാനും രാജുവും രണ്ടുപേരും ഞങ്ങളുടെ ലുക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി തലയിൽ തുണിയിട്ട് കവർ ചെയ്താൽ പോകുന്നത്. ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജുവിൻ്റെ അപ്പിയറൻസ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി രാജു കാരോണിൽ നിന്ന് പോകുന്നതും വരുന്നതും ഒക്കെ തുണിയിട്ടിട്ടാണ്. അപ്പോൾ സ്പോട്ടിലേക്ക് ഞാനും പാസ് ചെയ്തപ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാർ വിചാരിച്ചു ഇത് രാജുവാന്ന് വിചാരിച്ചു. ഏതാണ്ട് ഒരേ ഹൈറ്റല്ലേ. സത്യത്തിൽ ആ ആക്രമണത്തിൽ നിന്ന് രാജു രക്ഷപ്പെട്ടു. പണി മുഴുവൻ എനിക്കാണ് കിട്ടിയത്. അവരെൻ്റെ ഈ ഷോൾ അങ്ങോട്ട് വലിച്ചു പറിച്ചു. അവർ വിനോദം നോക്കണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു സൂപ്പർ താരത്തിന് കിട്ടുന്ന ആരാധന എന്താണെന്ന് ഞാൻ അറിഞ്ഞു. പല പല വേഷങ്ങളിൽ അഭർപാളികൾ കണ്ട പ്രേക്ഷകർ വിചാരിക്കും സിജോ വർഗീസിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഭാര്യ ടെസി, മക്കൾ 2 ആണ് 2 പെണ്ണ്. ഞങ്ങളിങ്ങനെ വർക്കി, മറിയ, അന്നമ്മ, അന്തോണി എന്നൊക്കെ ഞങ്ങൾ വിളിക്കും. നാളെ ചീത്ത പറയാതിരിക്കാൻ വേണ്ടി സ്കൂളിൽ ഇങ്ങനെ ആദിത്യ, എമി, ആനി, ആൻ്റണി എന്നൊക്കെ പേരിട്ട് വെച്ചിട്ടുണ്ട്. അതർവൈസ് അവരൊക്കെ നമ്മുടെ എൻ്റെ ശക്തമായ വിമർശകരാണ് മക്കളൊക്കെ. മക്കളും ഭാര്യയൊക്കെയായിട്ടുള്ള ആ ഒരു കുടുംബജീവിതം നന്നായി എൻജോയ് ചെയ്ത് പോകുന്നു. ഇന്നൊരു പ്രേക്ഷകർ സിനിമ കാണുന്നതിനിടയ്ക്ക് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു അതിപ്രസരമാണ് ഇൻ്റർനെറ്റിൻ്റെ മുഖം. സോഷ്യൽ മീഡിയയിൽ അപ്പോൾ സ്ക്രിബിൾ ചെയ്യും. ആക്ച്വലി സിനിമ കഴിയുന്നത് പോലെ പോലും വെയിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ടൊന്ന് യൂസ് ചെയ്യുക. സിനിമ കാണാൻ കയറുമ്പോൾ തന്നെ മുൻവിധിയോടുകൂടി പോസ്റ്റുകൾ തയ്യാറാക്കി പോകാതിരിക്കുക. സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് ഇൻ്റർവെല്ല് കഴിയുമ്പോൾ തന്നെ മോശം കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഈ പോസ്റ്റുകൾ അയക്കുന്ന ഓരോ വ്യക്തിക്കും നാളെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു സിനിമാ ജീവിതവും ഒരു കരിയറും ഒക്കെ ഇങ്ങനെയാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ കൊടുത്ത കൊല്ലത്ത് കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കുക. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെയൊക്കെ നല്ലപോലെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറുക. പറഞ്ഞത് സ്നേഹത്തോടു കൂടി തന്നെ എടുക്കുക. നന്ദി. താങ്ക് യു സിജോ. ഹാഡ് എ ഗ്രേറ്റ് ടൈം.